മേളത്തെ റോഡിൽ കൂടെ അപ്പാ പോകുന്നതെന്നറിയാം. ഇത് നോക്കി നിൽക്കുന്നുണ്ടോ മേളിലോട്ട്. ചപ്പാത്തി ആണേലും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ്. പൂരിക്ക് കിട്ടത്തില്ലേ? അതുപോലെ. അപ്പം എനിക്ക് ഇച്ചിരി തെറ്റ് പറ്റിയാണ്. ഞാൻ ഓർത്തു കറി ഇന്നലെ ഉണ്ടാക്കി. മസാല പോലെ അല്ലേ? ചപ്പാത്തി മാവ് അങ്ങനെ മുട്ടയായിട്ട് ഉരുട്ടിയിട്ടേക്കുന്നു. നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ആട്ടയാ കണ്ടോ. ഇത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഒരു സൈഡ് വാടി വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ടു. കണ്ടോ പൊങ്ങി വരുന്നേ. ഇനി ഇത് പൊങ്ങി വരും. കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നു. എണ്ണയൊന്നും നമ്മൾ തേച്ചില്ല. സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പം അങ്ങനെ ചപ്പാത്തി കഴിക്കുവാണ്. ഇപ്പം ചപ്പാത്തി മീൻകറിയോടെ കഴിക്കുന്നത്. നമ്മൾ കറി റെഡിയാക്കുന്നേ ഉള്ളൂ. നീ ഇവിടെ കൊടുത്തു വിടട്ടെ. ടാറ്റ തരുന്നുണ്ട് വാലും കൊണ്ട്. മേളത്തെ റോഡിൽ കൂടെ അപ്പാ പോകുന്നതെന്നറിയാം. ഇത് നോക്കി നിൽക്കുന്നുണ്ടോ മേളിലോട്ട്. എൻ്റെ ഇതുവഴിയാ റോഡ്. ഇവളാണേലും ഇവിടുന്ന് നോക്കി അങ്ങ് വരെയൊക്കെ ഉണ്ടാക്കും. കണ്ടോ നീങ്ങി പോകുന്നുണ്ടോ? കണ്ടോ വണ്ടിയൊക്കെ പോകുന്നതും ഒക്കെ കാണാം. അവൾക്കറിയാം അതുവഴിയാണ് പോകുന്നതെന്ന്. കൊന്നപ്പൂ കിടക്കുന്നുണ്ടോ? ഒത്തിരി മരം നിറയെ കൊന്നപ്പൂവാ. ചപ്പാത്തി ഉരുളക്കിഴങ്ങ് മസാല നമ്മളെടുത്തു. ഇതേപോലെ തന്നെ നമ്മൾ പൂരിക്കും ചെയ്യും. മല്ലിയില ഇട്ടിട്ടുണ്ടല്ലേ അമ്മ? ഇത് കണ്ടോ സോഫ്റ്റായി ചപ്പാത്തി. കുറച്ച് മസാലയോടെ എടുക്കണം. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി ആണേലും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. നമ്മൾ വെളിയിൽ നിന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കത്തില്ലേ, അതേപോലെ തന്നെയാണ് ഈ ചപ്പാത്തി. റേഷൻ കടയിലെ ഗോതമ്പൊന്നും ചിലവര് നമ്മൾ ഉപയോഗിക്കും. വള്ളത്തില്ല, മയമില്ല ചപ്പാത്തി. പക്ഷേ ഉണ്ടാക്കിട്ട് കുഴപ്പമില്ല. നല്ല ഇവിടെ ഇതാ എടുക്കുന്നത്. നമുക്ക് കിട്ടുന്നതല്ല, വേറൊരു എടുത്ത് കിട്ടുന്നവര് നമുക്ക് തരുന്നു. വൈകുന്നേരം വരെ ഇരുന്നാൽ ഇതേ മയോ സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ എണ്ണയോ നെയ്യോ അങ്ങനെ ഒന്നും ചേർക്കത്തില്ല. പൊടി ഇട്ട് പരത്തത്തില്ല. ഒരു വെള്ളം ഒഴിച്ച് അത്രയും വെള്ളത്തിൽ തന്നെ പൊടിച്ചെടുക്കും. ഒറ്റ വെള്ളത്തിൽ പൊടിക്ക് ആവശ്യമുള്ള വെള്ളം ഒരു പ്രാവശ്യം ഒഴിച്ച് പൊടിച്ചെടുക്കും. അപ്പൊ മാവ് കുഴക്കുന്നതിന്റെ പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത്. ആ പാവം പിടിച്ച വിങ്ങിയ ഈ അമ്മ വെളിയിൽ നിർത്തിയേക്കുക. കഷ്ടം. അവളപ്പേ നോക്കിയിരിക്കുവോ? ചുമ്മാ പറഞ്ഞാന്ന് വന്നിട്ട് അവള് കേൾക്കുന്നില്ല. ചുമ്മാ മോനെ വാ, മോനിങ്ങി വാ. നമുക്കേ എളുപ്പത്തിൽ ഒരു പച്ചടി വെക്കാം. ബീട്രൂട്ട് പച്ചടി. അപ്പം ഞാൻ ഒരു ബീട്രൂട്ട് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് നമുക്ക് അത്
വേവിക്കണ്ട എന്ന് പറഞ്ഞ് ഉപ്പും ഒന്നും ഇട്ട്. അപ്പം ഞാൻ കാണിക്കാം എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ കൊച്ചുള്ളി അരിഞ്ഞെടുത്തു, പച്ചമുളകും. അത് ഇച്ചിരി എരിക്കൊക്കെ ഇരിക്കട്ടെ നോർത്തു. ഇത് തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന ആരാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഇപ്പം വീട്ടിലൊക്കെ വിരുന്നുകാരെങ്കിലും പെട്ടെന്ന് വന്നാലേ ഒന്നുമില്ല, അന്നേരം തൈരുണ്ട്, ബീട്രൂട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എളുപ്പമാണ്, വലിയ ഒത്തിരി സമയം വേണ്ട ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഞാൻ കടുക് ഇട്ടു. നമുക്ക് ഇങ്ങനെ വേണ്ട, കടുക് ഇപ്പം ഇടുന്നില്ല, ഞാൻ പിന്നെ കടുക് വറുത്തിടുന്നുള്ളൂ എന്ന് പറയുകയാണ്, പിന്നെ ഇട്ടാൽ മതി. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതങ്ങ് വഴറ്റി, ബീട്രൂട്ട് വഴറ്റി, കടുക് പൊട്ടി ചുമന്നുള്ളി അങ്ങോട്ട് ഇട്ടു. ചുമന്നുള്ളി ഒന്ന് ചുമന്നൊക്കെ വരുന്നുണ്ട്, നമുക്ക് അതിനകത്തേക്ക് എന്താ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, 2 വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ എന്താ ഇട്ട് കൊടുക്കണമെന്നറിയാം, ഒരു ശകലം ഉപ്പുപൊടി, ഇത്ര ഉപ്പുപൊടി, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1 ലിറ്റർ തൈരില്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെള്ളം എല്ലാം പറ്റി കണ്ടോ, ബീട്രൂട്ട് ഒരുമാതിരി നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, വെള്ളം എല്ലാം പറ്റി. ഇനി നമുക്ക് എന്താ ചെയ്യണം, തീ ഓഫ് ചെയ്തു. തൈര് ഉടഞ്ഞല്ലേ ഇതിനകത്തോട്ട് റെഡിയാക്കിയ ബീട്രൂട്ടിൻ്റെ മിക്സ്, എന്നിട്ട് ഈ തൈരും ബീട്രൂട്ടിൻ്റെ ആ മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം കടുക് പൊട്ടിച്ച് ഇട്ടതുകൊണ്ട് കടുക് വറക്കണ്ട, കടുക് പൊട്ടിക്കാതാണ് ഇതിങ്ങനെ വഴറ്റുന്നതെങ്കിൽ കടുകും കൂടെ പൊട്ടിച്ച് ഈ സമയം ഒഴിക്കുക. സമയത്ത് തുള്ളി ഉപ്പും കൂടെ വേണം. കണ്ടോ, വളരെ സിമ്പിളുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഇപ്പോഴേ നമുക്കൊരു പപ്പട ചമ്മന്തി ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ ഞാൻ തിരുമ്മിയത് നേരത്തെ ഇരുന്ന കേട്ടോ. അതിനകത്തേക്ക് മുളക് പൊടി, കുറച്ച് ഉപ്പിടാം. പപ്പടത്തിന് ഉപ്പുള്ള, പപ്പടത്തിന് ഉപ്പ് ഉള്ളത് കൊണ്ട്. പിന്നെ നമുക്ക് വേണേ ഇടാം ഒരു ചെറിയ കഷ്ണം, ഇച്ചിരി പുളി, ചുമന്നുള്ളി, കുറച്ച് തേങ്ങ. 2 പപ്പടം പൊള്ളിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് അരച്ചെടുക്കും. 2 പപ്പടം പൊള്ളിച്ച് വെച്ചായിരുന്നു, അത് നമ്മൾ ഈ തേങ്ങയുടെ മിക്സിൻ്റെ അകത്ത് വെച്ച് പൊടിച്ചെടുത്തു. ഇതൊക്കെ എളുപ്പമാണ്. ഇനി ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. അങ്ങനെ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു മെഴുക്കുവരട്ടി, പാവയ്ക്ക. ഇതും അതുപോലെ തന്നെ അരിഞ്ഞ് ഉപ്പി പറ്റിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇതിപ്പം മുക്കാലായിട്ട് വരുന്നുണ്ട്, മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കുന്ന കാണിക്കാം. ഇച്ചിരി മോര് കാച്ചി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ചോറുണ്ണാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം ചോറിൻ്റെ അകത്ത് കുറച്ച് മോരൊഴിച്ചിട്ടുണ്ട്. ഇപ്പം പപ്പട ചമ്മന്തി കൂട്ടി നമുക്കൊന്ന് കഴിക്കാം. ഇത് ചൂട് ചോറ്, കുറച്ച് പച്ചടി, പാവയ്ക്ക മെഴുക്കുവരട്ടി. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പച്ചടി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കൂട്ടാനുകളാണിത്. അപ്പം എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.